ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 208 തുടർച്ച വാല്യം 5. ബെത്സൂറിൽ എലീശയുടെ വീട്ടിലേക്ക് പോകുന്നു. നിങ്ങൾ ഒരു എലീശായെ അറിയുമോ? സാമുവേലിന്റെ മകൻ അബ്രാഹത്തിന്റെ ഭാര്യ. അറിയും. ബെത്സൂറിലുള്ള അവളുടെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. എന്നാൽ അബ്രാഹം നേരത്തെ മരിച്ചു. അയാളുടെ പുത്രന്മാർ കഴിഞ്ഞ വർഷം മരിച്ചു. മൂത്തവൻ മരിച്ചത് ഏതാനും മണിക്കൂർ മാത്രം ഉണ്ടായ രോഗം കൊണ്ടാണ്. രോഗം എന്തായിരുന്നുവെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. മറ്റവൻ വളരെ സാവധാനത്തിൽ ക്ഷീണിച്ചു മരിച്ചു. ചെറുപ്രായമായ ആടിന്റെ പാല് നല്ലതാണെന്ന് വൈദ്യൻ പറഞ്ഞതിനാൽ ഞങ്ങൾ പ്രായം കുറഞ്ഞ ഒരാടിന്റെ പാല് അവൾക്ക് കൊടുത്തു. അതുപോലെ എല്ലാ ഇടയന്മാരും കൊടുത്തു. അവൻ കുറേയേറെ പാൽ അങ്ങനെ കുടിച്ചു. പാവം അമ്മ. പാലിന് എല്ലായിടത്തേക്കും ആളയച്ചതാണ് പറ്റിയത്. എന്നാൽ അവന് ഒരു വ്യത്യാസവും വന്നില്ല. ഞങ്ങൾ ഒരു ദിവസം ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ അവൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നറിഞ്ഞു. പിന്നെ ഞങ്ങൾ ആധാറിലേക്ക് തിരിച്ചു വന്നപ്പോൾ കേട്ടു അയാൾ മരിച്ചിട്ട് 2 മാസമായെന്ന്. എന്റെ സ്നേഹിത പാവം. ദേവാലയത്തിലായിരുന്നപ്പോൾ അവൾക്ക് എന്നോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാരണവന്മാർ വഴി സ്വല്പം ബന്ധവും ഉണ്ടായിരുന്നു. അവൾ നല്ലവളായിരുന്നു. അബ്രാഹത്തെ വിവാഹം ചെയ്യാനാണ് അവൾ പോയത്. അവളുടെ ശൈശവത്തിൽ തന്നെ ആ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. എന്നേക്കാൾ 2 വർഷം മുമ്പാണ് അവൾ പോയത്. കടിഞ്ഞൂൽ പുത്രനെ കാഴ്ചവയ്ക്കാൻ അവൾ ദേവാലയത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നു. അവൾ എനിക്ക് ആളയച്ചു. എനിക്ക് വേണ്ടി തന്നെ അല്ലായിരുന്നു. പിന്നീടൊരിക്കൽ ഒറ്റയ്ക്ക് അവളോടുകൂടെ കുറച്ചു സമയം ചെലവഴിക്കാൻ ചെല്ലണമെന്നും അറിയിച്ചു. ഇപ്പോൾ അവൾ ഏകയായി. ഓ, ഞാൻ വേഗം ചെന്ന് അവളെ ആശ്വസിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ ഇവിടെ നിൽക്കൂ. ഞാൻ ഏലിയാസിന്റെ കൂടെ പോയിക്കൊള്ളാം. ഞാൻ ഒറ്റയ്ക്ക് അകത്ത് കടക്കുന്നുള്ളൂ. ദുഃഖിക്കുന്നിടത്ത് നമ്മൾ ആദരവ് കാണിക്കണമല്ലോ. തീർച്ചയായും വരണം, എപ്പോഴും വരണം. എന്നാൽ മറ്റുള്ളവരാരും വരണ്ട. എന്റെ പ്രിയ കുഞ്ഞെ, നീ വരേണ്ട. നിനക്ക് വിഷമം വരും. ഈശോ വരൂ. ഗ്രാമത്തിലെ മൈതാനത്ത് ഞങ്ങളെ കാത്തിരുന്നു കൊള്ളുക. രാത്രി ചെലവഴിക്കാൻ ഒരു പാർപ്പിടം അന്വേഷിക്കണം. ദൈവം നിങ്ങളോടുകൂടെ, ഈശോ പറയുന്നു. ഏലിയാസിനെ മാത്രം കൂട്ടിക്കൊണ്ട് ഈശോയും മേരിയും കൂടെ ഒരു വലിയ വീട്ടിലേക്ക് പോകുന്നു. അത് ആകെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു സ്വരവും കേൾക്കാനില്ല. ഇടയൻ അയാളുടെ വടികൊണ്ട് വാതിൽക്കൽ മുട്ടുന്നു. ഒരു വേലക്കാരി ചെറിയ ജനലിലൂടെ നോക്കുന്നുണ്ട് ആരാണ് മുട്ടിയതെന്ന്. ആരാണ്? അവൾ ചോദിച്ചു. മേരി മുന്നോട്ട് നീങ്ങി നിന്ന് പറഞ്ഞു. യോവാക്കിമിന്റെ മകൾ മേരിയും അവളുടെ പുത്രനും നസ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് നിന്റെ സ്വാമിനിയുടെ പക്കൽ ചെന്ന് പറയുക. ഒരു ഉപകാരവുമില്ല. അവൾക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ല. വല്ലാതെ കരഞ്ഞ് ചങ്ക് പൊട്ടിക്കുകയാണ്. ശ്രമിക്കൂ. ഇല്ല, എനിക്കറിയാം അവൾ എങ്ങനെ എന്നെ ഓടിക്കുമെന്ന്. അവളുടെ ദുഃഖത്തിൽ നിന്ന് മനസ്സ് മാറ്റാൻ ഞാൻ ശ്രമിക്കുമ്പോഴുള്ള ദേഷ്യം. അവൾക്ക് ആരും വേണ്ട, ആരെയും കാണുകയില്ല, ആരോടും സംസാരിക്കുകയുമില്ല. പുത്രന്മാരുടെ ഓർമ്മകൾ, അവയോട് മാത്രം സംഭാഷണം. സ്ത്രീയെ പോകൂ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവളോട് ഇങ്ങനെ പറയണം. നസ്രസിലെ കുഞ്ഞു മേരി വന്നിരിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് നിന്റെ മകളായിരുന്നവൾ. അവൾക്കെന്നെ വേണമെന്ന് നീ മനസ്സിലാക്കും. തല കുലുക്കിക്കൊണ്ട് ആ സ്ത്രീ പോകുന്നു. മേരി പുത്രനോടും ഇടയനോടും വിശദ വിവരങ്ങൾ പറയുന്നു. ഏലീശായ്ക്ക് എന്നേക്കാൾ വളരെ കൂടുതൽ പ്രായമുണ്ടായിരുന്നു. ഭാവി വരൻ ഈജിപ്തിൽ നിന്ന് വരാൻ അവൾ കാത്തിരിക്കുകയായിരുന്നതിനാൽ സാധാരണക്കാരേക്കാൾ കൂടുതൽ അവൾ ദേവാലയത്തിൽ താമസിച്ചു. എന്തോ വസ്തു സംബന്ധിച്ച തർക്കങ്ങൾ ശരിയാക്കാനാണ് അയാൾ ഈജിപ്തിലേക്ക് പോയത്. അവൾക്ക് എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. കൊച്ചുകുട്ടികളെ സംരക്ഷിക്കാൻ അധ്യാപികമാർ മുതിർന്ന കുട്ടികളുടെ സഹായം തേടിയിരുന്നു. അങ്ങനെ അവൾ എന്റെ കൂട്ടുകാരി അധ്യാപികയായി. അവൾ വളരെ നല്ലവളാ. ഇതാ ആ സ്ത്രീ വരുന്നു. വേലക്കാരി ആകെ വിസ്മയഭരിതയായി പാഞ്ഞു വന്ന് വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് പറയുന്നു. വരൂ, അകത്തേക്ക് വരൂ. പിന്നെ താഴ്ന്ന സ്വരത്തിൽ ഇങ്ങനെയും. അവളെ ആ മുറിയിൽ നിന്ന് വെളിയിലേക്കിറക്കിയ നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ. ഏലിയാസ് തിരിച്ചു പോകാൻ അനുമതി വാങ്ങുന്നു.
മേരിയും മകനും കൂടെ അകത്തേക്ക് കയറുന്നു. എന്നാൽ ഈ മനുഷ്യൻ, ഓ കാരുണ്യമേ, ഇവൻ ലേവിയുടെ പ്രായക്കാരനാണ്. അവൻ പോരട്ടെ, അവൻ എന്റെ മകനാണ്. എന്നേക്കാൾ നന്നായി അവളെ ആശ്വസിപ്പിക്കാൻ അവന് കഴിയും. ആ സ്ത്രീ ഉരം പൊക്കി ഒരു നിസ്സംഗതാഭാവം കാട്ടി മുമ്പേ പോകുന്നു. വളരെ നീളമുള്ള ഒരു ഹാൾ, മനോഹരമായ മുറി, എന്നാൽ എല്ലാം ശോകമൂകം. എല്ലാം നല്ല വൃത്തിയാണ്, പക്ഷെ നിർജീവം. നല്ല പൊക്കമുള്ള ഒരു സ്ത്രീ കറുപ്പ് വസ്ത്രങ്ങൾ അണിഞ്ഞ് കൂനി നടന്നു വരുന്നത് ഹാളിലെ മങ്ങിയ വെളിച്ചത്തിൽ കാണാം. എന്റെ പ്രിയ എലീശ, ഇത് മേരിയാണ്. ഓടിച്ചെന്ന് അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് മേരി പറയുന്നു. മേരി, നീയോ? ഞാൻ വിചാരിച്ചത് നീയും മരിച്ചുപോയെന്നാണ്. എന്നോട് അങ്ങനെയാ പറഞ്ഞത്. എപ്പോഴോ, അത് ഞാൻ ഓർക്കുന്നില്ല. എന്റെ തല പൊള്ളയാ. എന്നോട് പറഞ്ഞത് അനേകം അമ്മമാർ മരിച്ച കൂട്ടത്തിൽ നീയും മരിച്ചെന്നാ, പൂജകരുടെ വരവ് കഴിഞ്ഞപ്പോൾ. എന്നാൽ നീ രക്ഷകന്റെ അമ്മയാണെന്ന് ആരോ എന്നോട് പറഞ്ഞു. ഇടയന്മാരായിരിക്കാം ഒരുപക്ഷേ. ഓ, ആ ഇടയന്മാർ! സ്ത്രീ പൊട്ടിക്കരയുന്നു. ആ പേരെന്നോട് പറയരുതേ. ലേവിയുടെ ജീവൻ രക്ഷിക്കാൻ ഉണ്ടായിരുന്ന അവസാന പ്രതീക്ഷ എന്നെ ഓർമ്മിപ്പിക്കുന്നു. എന്നാലും അതെ, ഒരിടയനാണ് രക്ഷകനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. എന്റെ മകനെ ഞാൻ കൊന്നു. ജോർദാൻ അരികെ മിശിഹ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് ഞാൻ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അവൻ മരിച്ചത്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ മകൻ തിരിച്ചു വന്നതേ മരിച്ചുപോയി. തണുപ്പടിച്ചും ക്ഷീണം വർദ്ധിച്ചും ഞാനാണ് അവനെ കൊന്നത്. എന്നാൽ കൊലയാളിയാകണമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞത് അവൻ മിശിഹ രോഗങ്ങൾ സുഖമാക്കുന്നുവെന്നാണ്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ അവനെ കൊന്നതിന് എന്റെ മകൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. അല്ല എലീശ, നീ അങ്ങനെ വിചാരിക്കുന്നതാണ്. നിന്റെ മകൻ എന്റെ കൈ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകൂ, രക്ഷകനെ അവളുടെ പക്കലേക്ക് കൊണ്ടുചെല്ലൂ എന്നാണ്. അവന് ഭൂമിയിലായിരുന്നതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ സന്തോഷമാണെന്നും പറഞ്ഞു. എന്നാൽ അമ്മയ്ക്ക് കരച്ചിൽ തന്നെ, കരച്ചിൽ. എന്റെ ചുംബനങ്ങളും ഞാൻ മന്ത്രിക്കുന്ന വാക്കുകളും ഒന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതേയില്ല. പിശാച് ബാധിച്ച ഒരു സ്ത്രീയെ പോലെയാണവൾ. ആ പിശാച് നിരാശയിലേക്ക് അവളെ തള്ളിയിടാൻ ശ്രമിക്കുന്നു. കാരണം ഞങ്ങളെ ഭിന്നിപ്പിക്കണമെന്നാണ് അവന്റെ ഉദ്ദേശ്യം. ഇങ്ങനെ കരയുന്നതിന് പകരം അവൾ മനസ്സിന്റെ വിധേയത്വത്തോടെ ദൈവം ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേക്കും ഒരുമിച്ചായിരിക്കുമായിരുന്നു. ഞങ്ങളുടെ അപ്പനും സഹോദരനും ഒന്നിച്ച് ഈശോയ്ക്ക് അത് ചെയ്യാൻ കഴിയും. അതിനാലാണ് ഞാൻ അവനെയും കൂട്ടി വന്നിരിക്കുന്നത്. നിനക്ക് അവനെ കാണാൻ ആഗ്രഹമില്ലേ? മേരി ആ സാധു സ്ത്രീയെ കരങ്ങളിൽ താങ്ങിക്കൊണ്ടാണ് ഇത്രയും സമയം സംസാരിച്ചത്. കാരുണ്യം നിറഞ്ഞു കവിയുന്ന വിധം അവളുടെ നരച്ച മുടി ചുംബിക്കുന്നുമുണ്ട്. ഓ, ഇത് ശരിയാണെങ്കിൽ ഡാനിയേൽ എന്തുകൊണ്ടാണ് നിന്റെ അടുക്കൽ വന്ന് വേഗം പറയാതിരുന്നത്? എന്നാൽ നീ മരിച്ചു പോയെന്ന് കുറെ നാൾ മുമ്പ് ആരാ എന്നോട് പറഞ്ഞത്? ഞാൻ ഓർക്കുന്നില്ല, ഒട്ടും ഓർമ്മയില്ല. അതുകൊണ്ടായിരിക്കാം മിശിഹായുടെ പക്കലേക്ക് പോകാൻ ഞാൻ താമസിച്ചത്. എന്നാൽ അവര് പറഞ്ഞത് നീയും അവനും എല്ലാവരും ബെത്ലഹേമിൽ വെച്ച് മരിച്ചു പോയെന്നാണ്. ആരാണ് അങ്ങനെ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കേണ്ട. ഇങ്ങു വരൂ, നോക്കിക്കേ, എന്റെ മകൻ ഇവിടെ നിൽക്കുന്നു. അവന്റെ പക്കലേക്ക് വരൂ. നിന്റെ മക്കളെയും നിന്റെ മേരിയെയും സന്തോഷിപ്പിക്കൂ. നിന്നെ ഈ സ്ഥിതിയിൽ കാണുന്നത് ഞങ്ങൾക്ക് വേദനയാണെന്ന് നിനക്കറിയാമോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എലീശായെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുന്നു. ഇതുവരെ നല്ല വെളിച്ചമില്ലാത്ത ഒരു മൂലയിൽ നിന്നിരുന്ന ഈശോ മുന്നോട്ട് വരുന്നു. വേലക്കാരി ഒരു വിളക്ക് കത്തിച്ച് ഉയരമുള്ള അലമാരിയുടെ മുകളിൽ വച്ചു. പാവം അമ്മ അവളുടെ തലയുയർത്തുന്നു. ഇപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. കാൽവരിയിൽ ഭക്ത സ്ത്രീകളോടൊപ്പം ഞാൻ കണ്ട എലീശ ആ സ്ത്രീയാണ്. സ്നേഹപൂർവ്വം അവളെ ക്ഷണിച്ചുകൊണ്ട് ഈശോ ഇരുകരങ്ങളും അവളുടെ നേർക്ക് നീട്ടുന്നു. സാധു സ്ത്രീ ഒരു നിമിഷത്തേക്ക് സംശയിക്കുന്നു. പിന്നീട് അവളുടെ കരങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ നെഞ്ചത്തേക്ക് വീണ് കരഞ്ഞുകൊണ്ട് പറയുന്നു, ലേവിയുടെ മരണത്തിന് ഞാൻ കാരണക്കാരിയല്ല എന്നെന്നോട് പറയണമേ.
അവർ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടില്ല എന്നെന്നോട് പറയണമേ. ഞാനും അറിയാതെ താമസിയാതെ അവരുടെ കൂടെ ആയിരിക്കുമെന്ന് എന്നോട് പറയണമേ. ശരി, ഞാൻ പറയാം, കേൾക്കൂ. അവർ ഇപ്പോൾ സന്തോഷിക്കുകയാണ്, കാരണം നീ എന്റെ കരങ്ങളിലാണ്. ഞാൻ താമസിയാതെ തന്നെ അവരുടെ പക്കലേക്ക് പോകും. അപ്പോൾ അവരോട് ഞാൻ എന്ത് പറയണം? നീ കർത്താവിന്റെ നിശ്ചയത്തിന് വഴങ്ങുന്നില്ലെന്ന് പറയണമോ? അവരോട് ഞാൻ അത് പറയണമോ? ഇസ്രായേലിലെ സ്ത്രീകൾ, ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവർ ശക്തിയുള്ളവരും ജ്ഞാനമുള്ളവരുമല്ലേ? ആ പേര് നീ കളയണോ? വേണ്ട. നീ ഇത്രയും വേദനിക്കുന്നത് ഒറ്റയ്ക്ക് സഹിക്കുന്നതിനാലാണ്. നിന്റെ ദുഃഖവും ഇങ്ങനെ ആയാൽ സഹനം താങ്ങാൻ സാധ്യമല്ലാതാകും. മരണം നമ്മിൽ നിന്നെടുത്ത ആളുകളെ കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകൾ നീ ഇപ്പോൾ വിശ്വസിക്കുന്നതേയില്ല. നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ കർത്താവാണെന്ന് നിങ്ങൾ അറിയും. എന്റെ അരൂപി നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. ഇസ്രായേൽ മണ്ണ എന്ന് പറയുന്നത് കർത്താവിൽ മരിച്ച നീതിമാന്മാർക്ക് ദൈവരാജ്യമാണ്. ഞാൻ അത് തുറക്കും. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഞാൻ അത് നൽകും. എന്റെ ഡാനിയേലിനും കൊടുക്കുമോ? എന്റെ ലേവിക്കും കൊടുക്കുമോ? അവന് മരണസമയത്ത് വലിയ പേടിയായിരുന്നു. അമ്മയിൽ നിന്ന് വളരെ അകലെയായിരിക്കുക എന്നത് അവന് സഹിക്കാൻ പറ്റുകയില്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാനും മരിക്കാനും അവന്റെ സമീപെ സംസ്കരിക്കപ്പെടാനും ആഗ്രഹിച്ചത്. എന്നാൽ അവരാരും കുഴിമാടത്തിൽ ജീവിക്കുന്നില്ല. നിർജീവമായ ശരീരം, നിർജീവമായ ഇന്ദ്രിയങ്ങൾ, അവയ്ക്കൊന്നും നിന്നെ കേൾക്കാനാവില്ല. അവർ പ്രതീക്ഷയുടെ സ്ഥലത്താണ്. പക്ഷെ അങ്ങനെ ഒരു സ്ഥലം വാസ്തവത്തിലുണ്ടോ? ഓ, എന്നെ കൊണ്ട് ഇടർച്ച തോന്നരുതേ. എന്റെ ഓർമ്മ തന്നെ കണ്ണീരായി മാറിയിരിക്കുന്നു. എന്റെ തലയ്ക്കകം നിറയെ എന്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിലും മരണവെപ്രാളവുമാണ്. അവരുടെ മരണവേദന, ഓ, അതെന്റെ തലച്ചോറ് ഉരുക്കിക്കളഞ്ഞു. ആ മരണവെപ്രാളത്തിന്റെ ശബ്ദം മാത്രമേ എന്റെ തലയ്ക്കകത്തുള്ളൂ. എന്നാൽ ഞാൻ ജീവന്റെ വാക്കുകൾ അതിൽ വയ്ക്കാം. ജീവൻ ഞാൻ വിതയ്ക്കാം, കാരണം ഞാൻ ജീവനാണ്. മരണത്തിന്റെ വെപ്രാളമുള്ളിടത്ത് ഞാൻ ജീവൻ വിതയ്ക്കാം. മഹാനായിരുന്ന യൂദാസ് മക്കബായെ ഓർക്കൂ. മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അവർ വീണ്ടും ഉയിർക്കുമെന്ന് അവൻ ചിന്തിച്ചു. അത് ശരിയാണ്. അതിനാൽ ഉചിതമായ ബലികൾ അർപ്പിച്ച് അവരുടെ സമാധാന പ്രാപ്തി ത്വരിതപ്പെടുത്തണമെന്ന് അയാൾ ആഗ്രഹിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ യൂദാസ് മക്കബായിക്ക് ഉറപ്പില്ലായിരുന്നെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നോ? എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നല്ല മരണം പ്രാപിക്കുന്നവർക്ക് നിന്റെ മക്കൾ അങ്ങനെയാണല്ലോ മരിച്ചത്. വലിയ പ്രതിസമ്മാനം കരുതിയിട്ടുണ്ടെന്ന് അയാൾ വിശ്വസിച്ചു. അത് ശരിയാണെന്ന് നീയും പറയുന്നുണ്ടല്ലോ. അതിനാൽ നിരാശ വിചാരിക്കാതെ മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്തിയോടെ പ്രാർത്ഥിക്കുക. ഞാൻ അവരുടെ പക്കൽ എത്തുന്നതിന് മുമ്പ് അവരുടെ പരിഹാര കടങ്ങളെല്ലാം തീർന്നിരിക്കാനായി. അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ അവർ എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് കയറും. കാരണം ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ നയിക്കുന്നു, ഞാൻ സത്യം സംസാരിക്കുന്നു. എന്റെ സത്യത്തിൽ വിശ്വസിച്ച് എന്നെ അനുഗമിക്കാവുന്നവർക്ക് ഞാൻ ജീവൻ നൽകുന്നു. എന്നോടൊന്ന് പറഞ്ഞേ, മിശിഹായുടെ വരവിൽ നിന്റെ പുത്രന്മാർ വിശ്വസിച്ചിരുന്നോ? കർത്താവേ, തീർച്ചയായിട്ടും. എനിക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ലേവി വിശ്വസിച്ചിരുന്നോ? എന്റെ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. നിന്നിൽ ഞങ്ങൾ പ്രത്യാശ വച്ചിരുന്നു. എന്നാൽ ഒരു ഉപകാരവും ഉണ്ടായില്ല. വലിയ പ്രതീക്ഷയോടെ ഇരുന്നിട്ട് അവസാനം മനസ്സ് തളർന്നാണ് അവൻ മരിച്ചത്. സ്ത്രീ വീണ്ടും കരയാൻ തുടങ്ങുന്നു. ശാന്തമായിട്ടാണ് കരയുന്നതെങ്കിലും അവളുടെ ശോഭത്തിൽ എന്നതിനേക്കാൾ ആശ്വാസരഹിതയായിട്ടാണ് കരച്ചിൽ. അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ലെന്ന് പറയരുത്. എന്നിൽ വിശ്വസിക്കുന്നവൻ, അവൻ മരിച്ചു പോയവനാണെങ്കിലും എന്നേക്കുമായി ജീവിക്കും. സ്ത്രീയെ, നേരം ഇരുട്ടായി കഴിഞ്ഞല്ലോ. ഞാൻ എന്റെ അപ്പസ്തോലന്മാരുടെ പക്കലേക്ക് പോകട്ടെ. അമ്മ നിന്നോടുകൂടെ ഇവിടെ താമസിച്ചുകൊള്ളും. ഓ, ദയവായി നീയും ഇവിടെ താമസിക്കാമോ? നീ പോവുകയാണെങ്കിൽ എന്റെ പീഡകൾ വീണ്ടും ആരംഭിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു. നിന്റെ വാക്കുകളുടെ ശബ്ദത്തിൽ എന്നിലെ കൊടുങ്കാറ്റ് ശമിച്ച് ശാന്തത വന്നുകൊണ്ടിരിക്കുകയാണ്.
ഒട്ടും പേടിക്കണ്ട. മേരി നിന്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ നാളെ വീണ്ടും വരാം. ഇടയന്മാരോട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. നിന്റെ വീടിനടുത്ത് വന്നുകൊള്ളാൻ എനിക്ക് അവരോട് പറയാമോ? ഓ, തീർച്ചയായും. എന്റെ മകന് വേണ്ടി കഴിഞ്ഞ വർഷം അവർ വന്നിരുന്നു. വീടിന്റെ പിൻഭാഗത്ത് ഒരു ഫലവൃക്ഷത്തോട്ടവും സാധാരണ മുറ്റവും ഉണ്ട്. അന്ന് ചെയ്ത പോലെ അവർക്ക് അങ്ങോട്ട് പോകാം. ആടുകളെയും അവിടെ ആക്കാം. ശരി, ഞാൻ വരാം. നല്ല മിടുക്കിയായിട്ടിരിക്കണം. ദേവാലയത്തിൽ വെച്ച് മേരിയെ നിന്റെ സൂക്ഷ്യത്തിന് ഏൽപ്പിച്ചിരുന്നു എന്നോർക്കുന്നില്ലേ? ഈ രാത്രിയിലും അവളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഉവ്വ് കർത്താവേ, ഒരു ഉത്കണ്ഠയും വേണ്ട. അവളുടെ കാര്യം ഞാൻ നന്നായി അന്വേഷിച്ചു കൊള്ളാം. അവളുടെ അത്താഴത്തിന്റെയും വിശ്രമത്തിന്റെയും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ എത്ര നാളായിപ്പോൾ. മേരി, ഇന്ന് എന്റെ മുറിയിൽ നീ ഉറങ്ങാമോ? ലേവിക്ക് രോഗമായപ്പോൾ അവൻ എന്റെ മുറിയിലാണ് കിടന്നിരുന്നത്. ഞാൻ എന്റെ മകന്റെ കിടക്കയിൽ കിടന്നുകൊള്ളാം, നീ എന്റെ കിടക്കയിലും. അപ്പോൾ അവന്റെ നേരിയ ശ്വാസം എനിക്ക് കിട്ടുന്ന പോലെ തോന്നും. അവൻ എപ്പോഴും എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. ശരി എലീശ, എന്നാൽ അതിനു മുമ്പ് നമുക്ക് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. വേണ്ട, നീ ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. നീ കിടന്നുറങ്ങണം. നീയും. ഓ, ഞാനോ? ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളോളമായി. ഞാൻ കരയുന്നു, കരയുന്നു. വേറൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ കരയുന്നതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. പരസ്പരം കൈപിടിച്ചുകൊണ്ട് കിടന്നുറങ്ങും. മകനെ, നിനക്ക് പോകാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഈ ഭവനത്തിനും സമാധാനം. ഈശോ പോകുന്നു. വേലക്കാരി പിന്നിലുണ്ട്. വിസ്മയത്താൽ അവൾ തരിച്ചു പോയിരിക്കുകയാണ്. എന്റെ കർത്താവേ, എന്തൊരത്ഭുതം, എന്തൊരത്ഭുതം! എത്ര മാസങ്ങൾ കഴിഞ്ഞു അവൾ ഒരു വാക്ക് പറഞ്ഞിട്ട്, സുബുദ്ധി കാണിച്ചിട്ട്. ഓ, എന്തൊരത്ഭുതം! ഇങ്ങനെ തന്നെ അവൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു. എല്ലാവരും പറഞ്ഞത് അവൾ അവസാനം ഭ്രാന്തായി മരിക്കുമെന്നാണ്. എനിക്ക് സങ്കടമായി. കാരണം അവൾ നല്ലവളാണ്. അതെ, അവൾ നല്ലവളാണ്. അതിനാൽ ദൈവം അവളെ അനുഗ്രഹിക്കും. സ്ത്രീയെ, ദൈവം നിന്നോടുകൂടെ. നിനക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പുറത്ത് ഇരുട്ടായി. ഈശോ വഴിയിലേക്കിറങ്ങി നടക്കുന്നു. ദർശനം അവസാനിക്കുന്നു.